മഹാഭാരതം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് മഹാഭാരതത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പേജോളം വരുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സംസ്കൃത പണ്ഡിതനായ അദ്ദേഹം നമ്മുടെ വിഷ്ണു സഹസ്രനാമം, അതുപോലെ ലളിതാ സഹസ്രനാമം, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ പേരുള്ള അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള പുരസ്കാരം, ആചാര്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണന്റെ ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒട്ടേറെ തെറ്റിദ്ധാരണകൾ പലരും സമൂഹത്തിൽ പറഞ്ഞു വരുത്തുന്ന ഒരു വിഷയമാണിത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹം അതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുകയാണ്. അദ്ദേഹം പ്രഭാഷണം നടത്തി കഴിഞ്ഞിട്ട് 8-10 മിനിറ്റ് അവസാന സമയത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അത് ആൾക്കാർക്ക് ചോദിക്കാൻ, നമ്മുടെ ഈ കേൾക്കുന്നവർക്ക് ചോദിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം കൂടെ. അപ്പൊ അദ്ദേഹത്തിന് AK വിനായരി സാറിനെ ഈ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. നമസ്തേ. 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 ഭാഗവത സത്ര സമിതിയുടെ പുതിയ പരിപാടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സ്വാഗത പ്രസംഗത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ PS ശ്രീകുമാർ അത് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇത് 4ാമത്തേതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും അത് വീടുകളിൽ വെച്ച് നടത്തുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, കുട്ടികൾ, പഠിക്കുന്നവർ, അവർക്കൊക്കെ ശ്രദ്ധ അതിലേക്ക് കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വിഷയം ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ്. ഭാഗവത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് പറയാം എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാനത് ഏതാണ് വേണ്ടത് എന്നുള്ളത്. ശ്രീകൃഷ്ണനെ വിമർശിക്കുന്നവർ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ. അവർ ഭാഗവതം മുഴുവനും വായിച്ചിട്ടോ അത് മനസ്സിലാക്കിയിട്ടോ അല്ല വിമർശിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ വിമർശിക്കുമ്പോൾ അതെടുത്തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭാഗവത്തെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ചില വിമർശനമുണ്ടെങ്കിൽ അതെടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്വയം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അങ്ങനെ വിമർശിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയല്ല നടക്കുന്നത് എന്ന് കൂടി വ്യക്തമാക്കട്ടെ. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചുള്ള ഈ ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ, അതിനെപ്പറ്റി, സ്ത്രീകളുമായുള്ള ബന്ധത്തെ പറ്റിയാണ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ ആ വിമർശനം കേട്ടുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ വളരുന്നതും എന്ന് വേണം പറയാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ന് നമ്മുടെ പല മാധ്യമങ്ങളിലും, വാർത്താവിനിമയ മാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രീകൃഷ്ണനെ ഒരു പ്രണയ നാടകത്തിലെ ഒരു അംഗം എന്ന നായകനായിട്ടാണ് അവതരിപ്പിച്ച് കാണുന്നത്. അത് മാത്രമല്ല, പ്രണയ ലീലകളാടുന്ന ഒരാളായിട്ടാണ്. രാസക്രീഡയൊക്കെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് അദ്ദേഹം നമ്മുടെ ആധുനികമായ സിനിമയിലെ ഒരു നായകന്റെ, ആ നായകനും നായികയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള അതുപോലെ ഓരോ ലീലാവിലാസങ്ങൾ, അങ്ങനെ സ്ത്രീകളുടേതായ ആ ഒരു പ്രത്യേക ബന്ധത്തിൽ അദ്ദേഹം കാണിക്കുന്നത് വാസ്തവത്തിൽ ശരിയാണോ എന്നാണ് പലരും വിമർശനത്തോടു കൂടി ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു സംഭവം ഭഗവാന് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന ഒരു സംഭവമാണ്. അത് ഭാഗവത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ എന്താണ് അവിടെ ശ്രീകൃഷ്ണൻ ചെയ്തത്, അത് ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമായതാണ്. അതായത് അതിൻ്റെ ഗോപീ വസ്ത്രാപഹരണം എന്നതാണ് അതിൻ്റെ വിഷയം. നമ്മുടെ ഭാഗവത്തിലെ ഓരോ അധ്യായത്തിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. തലവാചകം എന്ന് പറയും, ശീർഷകം എന്ന് പറയും. അപ്പൊ അതിൽ അവസാന ഭാഗത്താണ് ആ പേര് സാധാരണ നമ്മുടെ ഭാഗവത്തിൽ ഉണ്ടാവുക. അപ്പൊ അതില് കാണിച്ചതാണ് ആ പേര്, അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗോപീ വസ്ത്രാപഹരണം എന്നാണ്. വാസ്തവത്തിൽ അത് തന്നെ ശരിയല്ല എന്നാണ് ഈ ഭാഗവതത്തിന് അടുത്ത 2 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായ ഒരു വ്യാഖ്യാനം മലയാളത്തിൽ രചിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്.
ഓരോ ശ്ലോകങ്ങളും പഠിക്കുകയും സൂക്ഷ്മമായി അതിൻ്റെ അർത്ഥതലങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് സാന്ദർഭികമായി അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചപ്പോൾ ആ ടൈറ്റിൽ അതിന് യോജിച്ചതല്ല എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. വ്യാസമഹർഷി എഴുതിയതോ പിന്നെ ശ്രീശുഖ മഹർഷി ഒന്നുമല്ല അത് എഴുതിയിരിക്കുന്നത്. അത് പിന്നീട് എഡിറ്റ് ചെയ്ത സമയത്ത് സൗകര്യത്തിനായിട്ട് ചെയ്തായിരിക്കണം. പിന്നീടുള്ള ആളുകളാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടെ അപഹരണം എന്ന് പറയുമ്പോൾ മോഷണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. സീതാപഹരണം എന്ന് പറയുമ്പോൾ സീതയെ കട്ടുകൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വസ്ത്രാപഹരണം, വസ്ത്രം കട്ടു എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ തന്നെ വാസ്തവത്തിൽ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ അത്തരത്തിലുള്ള അപഹരണത്തെ പറ്റിയേ പറയുന്നില്ല. ഇതിലടങ്ങിയ ശ്ലോകങ്ങളുണ്ടല്ലോ, ആ ശ്ലോകം അത് 22-ാമത്തെ അധ്യായത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെവിടെയും ഈ അപഹരണം എന്നുള്ള വാക്കില്ല. വസ്ത്രാപഹരണം എന്ന ശ്ലോകങ്ങളിൽ പറയുന്നില്ല. അതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അപഹരണം, ഹരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്കൃത നിഘണ്ടു പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കട്ടുകൊണ്ടുപോവുക, മോഷ്ടിക്കുക, എടുക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇതിൽ പറയുന്നത്. സംസ്കൃതത്തിന് പ്രത്യേകതയുണ്ട്. ഒരു വാക്കിന് നിരവധി അർത്ഥങ്ങളാണ്. ആ നിരവധി അർത്ഥങ്ങളിൽ തന്നെ പരസ്പര വിരുദ്ധമായ അർത്ഥങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ എന്ന വാക്ക് തന്നെ നമുക്ക് എടുക്കാം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബഹുമാന സൂചകമായി, അല്ലെങ്കിൽ ഐശ്വര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ശ്രീ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരാളെ ബഹുമാനപൂർവ്വം വിളിക്കുക ശ്രീ എന്ന് ചേർത്തിട്ടാണ്, ശ്രീമതി എന്ന് ചേർത്തിട്ടാണ്. അപ്പൊ നമുക്കൊക്കെയുള്ളൊരു ധാരണ എന്താ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നുള്ളതാണ്, ലക്ഷ്മി കടാക്ഷം. പക്ഷെ നിങ്ങൾ സംസ്കൃത മലയാള നിഘണ്ടു എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഈ ഐശ്വര്യം പറഞ്ഞ ഉടനെ തൊട്ടടുത്ത് തന്നെ അർത്ഥം പറയുന്നത് വിഷം എന്നാണ്. വിഷം എന്ന വാക്കും ഈ ശ്രീയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിന് ന്യായീകരണമുണ്ട്. ശ്രീകണ്ഠൻ എന്ന പേര്, ശിവന് ശ്രീകണ്ഠൻ എന്ന പേര്. കണ്ഠത്തിൽ വിഷമുള്ളവനാരോ അവൻ ശിവൻ, അല്ലെ കണ്ഠത്തിൽ ഐശ്വര്യമുള്ളവൻ എന്ന അർത്ഥത്തിലല്ല. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തോടു കൂടിയവൻ, ശ്രീയോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ. അങ്ങനെ നിരവധി അർത്ഥങ്ങൾ നമ്മുടെ സംസ്കൃത വാക്കുകൾക്ക് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ മൊഴി മാറ്റം ചെയ്യുമ്പോൾ നടക്കും. അപ്പോൾ ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നവർ വളരെയധികം സൂക്ഷ്മതയോടുകൂടി സന്ദർഭോചിതമായി അത് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ നേരെ വിപരീതമായ അർത്ഥമാണ് ഉണ്ടാവുക. അതായിരിക്കും ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചു. ആ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഹരണം എന്ന് പറയുമ്പോൾ മോഷണം എന്നുള്ള അർത്ഥമാണ്. അപഹരണം എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിലുള്ള മോഷണം നടത്തി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ ഗോപി വസ്ത്രാഭരണ ഒരു മോഷണവും നടത്തിയിട്ടില്ല. ധനുമാസത്തില്, മാർഗശീർഷ മാസത്തില് തിരുവാതിരയോടനുബന്ധിച്ച്, തിരുവാതിര പരമശിവന്റെ നാളാണ്. അപ്പൊ ശിവശക്തിയെ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ അത് ഒരു മാസമാണ് തിരുവാതിരയിൽ ശിവപാർവതിമാരെ പൂജിക്കുന്നത്. കേരളത്തിൽ അത് ഒരു ദിവസമാണ്, ആർദ്രാജാഗരണം എന്ന രീതിയിലാണ് അത് ആചരിക്കുന്നത്. അപ്പൊ ഈ ധനുമാസത്തിലെ ആ കുളിരുള്ള കാലഘട്ടത്തില് കന്യക എന്ന് പറയുന്നത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് കന്യക എന്ന് പറയുന്നത്. അവർ രാവിലെ തന്നെ അരുണോദയത്തിൽ ഉണരുന്നു. അരുണോദയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തം കഴിഞ്ഞ ആ സമയത്ത് ഉഷകാലം എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തെയാണ് അരുണോദയം എന്ന് പറയും. അത് 4 മണി മുതൽ 4:48 വരെയുള്ള ഒരു 2 നാഴിക നേരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ഇവർ ഉണരുന്ന പെൺകുട്ടികൾ ഉണർന്ന് അവർ ഒന്നിച്ച് കൂട്ടം കൂടി യമുനാ നദിയുടെ തീരത്തേക്ക് വരികയാണ്. ആ സമയത്ത് മറ്റാരുമില്ല അവിടെ, എല്ലാം കൂട്ടം കൂടിയാണ് പെൺകുട്ടികൾ വരുന്നത്. അവിടെ വന്ന് അവർ വസ്ത്രങ്ങളൊക്കെ കരയിൽ അഴിച്ച് വെച്ച് ഈ നദിയിൽ ഇറങ്ങി നീന്തി തുടിച്ച് രസിച്ച് തമാശകൾ പറഞ്ഞതിന് ശേഷം നേരെ വന്ന് അവിടെ പൂജ നടത്തുന്നു. അത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളായിരിക്കും ശിവപാർവതിമാർ. അപ്പൊ ആ സമയത്ത് അവർ ദേവിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ശ്ലോകം എല്ലാവർക്കും ഭാഗവതം വായിക്കുമ്പോഴറിയാം. അതൊന്നും ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. കാർത്യായനി മഹാമായേ
മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അവരെല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് ദേവിയോടാണ്. എന്താണ് പ്രാർത്ഥന? ഞങ്ങളുടെ ആ ഭാവിയിൽ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ, അതായത് നന്ദഗോപസുതം ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പതിയായി മാറുകയാണ്. പതി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കും. പതി എന്ന രക്ഷകൻ, സംരക്ഷിക്കുന്നവൻ. അങ്ങനെയാണ് ഭർത്താവ് എന്നുള്ള വാക്കും പിന്നീട് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സംരക്ഷണം ജീവിതത്തിൽ ഉടനീളം ശ്രീകൃഷ്ണൻ ഞങ്ങൾക്ക് ലഭിക്കണം എന്നവർ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനക്ക് ദേവി അത് കേട്ടുവെങ്കിലും അതിനുള്ള ഫലം നൽകേണ്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇവരുടെ ഈ എല്ലാ ദിവസവും ഈ ധനുമാസത്തില്, മാർഗശീർഷ മാസത്തില് പൊടി കഴിഞ്ഞുടനെ പൂജിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ദേവിയോടുള്ള പ്രാർത്ഥന, അത് ഭഗവാനിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു ദിവസം അവർക്ക് അതിനുള്ള വരം അല്ലെങ്കിൽ ഫലം, അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നൽകാനായിട്ട് തൻ്റെ ചങ്ങാതിമാരോടൊപ്പം യമുന നദിയുടെ കരയിൽ വരിക. അത് കന്യാകുമാരി കുളിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. ഈ സമയത്ത് ആ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ അവർ എല്ലാവരും വസ്ത്രം പൂർണ്ണമായും അഴിച്ചു വെച്ച് കുളിക്കുന്നത് കണ്ടപ്പോൾ അത് ആചാരവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. പുണ്യനദികളിലും തീർത്ഥക്കുളങ്ങളിലൊക്കെ വസ്ത്രം മുഴുവനും അഴിച്ചു വെച്ച് കുളിക്കാൻ പാടില്ല എന്നാണ്. പുരുഷനായാലും സ്ത്രീയായാലും നഗ്നരായിട്ട് കുളിക്കാൻ പാടില്ല. അത് ദേവന്മാരുടെ അപ്രീതിക്ക് കാരണമായി വരും. കാരണം ജലത്തിൽ അഗ്നിയുമുണ്ട്, അഗ്നിദേവനുണ്ട് എന്ന സാന്നിധ്യമാണ്. അപ്പൊ ദേവതമാര് ഈ ജലത്തിലുണ്ട് എന്ന നിലയിൽ അവിടെ നമ്മൾ കാർക്കിച്ചു തുപ്പുക, വേറെ എന്തെങ്കിലും ചെയ്തൊന്നും ചെയ്യുന്നതൊക്കെ ദേവതമാരുടെ അനിഷ്ടത്തിന് മാത്രമായി തീരും എന്ന് പൂർവികന്മാരത് വളരെ നിർബന്ധിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ യുവജനങ്ങളിലേക്ക് അത്തരം ആശയങ്ങളൊന്നും എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും നീന്തി തുടിക്കുന്ന ഒരു സ്ഥലം ആ സ്വിമ്മിംഗ് പൂള് പോലെയാണ് കാണുന്നത് ഓരോ കുളങ്ങളും. ക്ഷേത്രക്കുളങ്ങൾ പ്രത്യേകിച്ച് പൽപ്പതീർത്ഥം എന്നാണ് പറയുന്നത്, തീർത്ഥമാണ്. അപ്പൊ അതിനോട് നമ്മൾ പ്രത്യേകം ബഹുമാനത്തോടു കൂടി വേണം ചെയ്യാനായി. പക്ഷെ കുട്ടികൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് തിരുത്തണമല്ലോ. അത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെയാണ് അവർ എപ്പോഴും ആരാധിക്കുന്നത്. ഈ സമയത്ത് ശ്രീകൃഷ്ണന്റെ പ്രായം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 7 വയസ്സാണ്. ഇവിടെ കുളിക്കാനായി വന്ന പെൺകുട്ടികൾ 7, 8, 6, 7, 8 പ്രായത്തിലുള്ള കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ 7 വയസ്സുമാണ്. അത് ഒക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ആ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ട്. അപ്പൊ ഉടനെ ആ വസ്ത്രങ്ങളൊക്കെ ഒരു കദംബ വൃക്ഷത്തിന്റെ കൊമ്പിൽ തൂക്കിയിടുക. ഇവര് കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വസ്ത്രം കാണുന്നില്ല. അപ്പൊ ഭഗവാൻ അവിടെ ഒരു കൊമ്പത്തിരിക്കുന്നുണ്ട്, ആ കദംബ വൃക്ഷത്തിൽ. അവിടെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് മാപ്പ് ചോദിക്കണം ദേവതമാരോട് പ്രായശ്ചിത്തമായിട്ട്. അതിന് നിങ്ങൾ കരയിൽ വന്ന് 2 കൈകളും തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് മേലോട്ട് നോക്കി ദേവതമാരോട് മാപ്പ് പറഞ്ഞ് നമസ്കരിക്കണം. അതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അപ്പോഴാണ് അവർക്ക് വളരെ ഒരു വിഷമകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം അവർ വസ്ത്രം മുഴുവനും കരയിലാണുള്ളത്, അവർ നഗ്നരായിട്ടാണ്, എങ്ങനെ പുറത്തേക്ക് വരും? അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു തമാശകളൊന്നും അങ്ങ് ചെയ്യരുതേ എന്നവർ പറയുന്നുണ്ട്. ലജ്ജയോടുകൂടി അവർ പറഞ്ഞു. പക്ഷെ ഭഗവാൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തിരുത്ത് തന്നെ വേണം, യാതൊരു സംശയമില്ല. അങ്ങനെ ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ യമുനാ നദിയിൽ നിന്ന് കയറി വസ്ത്രം ധരിച്ചിട്ടില്ല. അവർ ആദ്യം തന്നെ ദേവതയെ പൂജിച്ച് വന്ദിച്ചതിന് ശേഷം ഞാൻ വസ്ത്രം തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അതേ അവസ്ഥയിൽ നമസ്കരിച്ചു, മേലോട്ട് നോക്കി ദേവതമാരുടെ മാപ്പ് പറഞ്ഞു. ഉടനെ ഭഗവാൻ തന്നെയാണ് ഓരോരുത്തർക്കും അവരുടെ വസ്ത്രം നൽകുന്നത്. ആ വസ്ത്രം നൽകുന്നതിന് താന്ത്രികവും വൈദികവുമായ ചില അർത്ഥങ്ങളുണ്ട്. അതാണ് വാസോഹരണം എന്നൊരു വാക്കതിൽ വരുന്നുണ്ട്. അത് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വാസോഹരണം. അവിടെ ഹരണം എന്ന വാക്കിനർത്ഥം ദാനം എന്നാണ്. വാസോഹരണം എന്ന് പറഞ്ഞാൽ വസ്ത്രദാനം. ഈ പെൺകുട്ടികൾക്കൊക്കെ ഭഗവാൻ അവർ ഉപയോഗിച്ച വസ്ത്രമാണെങ്കിലും തൻ്റെ കൈകളാൽ പവിത്രമാക്കി അവർക്ക് വസ്ത്രത്തെ ദാനം ചെയ്തു എന്നാണ് ഭട്ടതിരിപ്പാടതിൽ കാണിച്ചിരിക്കുന്നത്. അർത്ഥങ്ങൾ നോക്കുമ്പോഴും അത് തന്നെയാണ് ശരി. കാരണം ഇവരെ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും എന്നുള്ള നിലയിൽ വസ്ത്രത്തെയാണ് ദാനം ചെയ്തത്. വസ്ത്രദാനത്തിന് മറ്റെല്ലാ ദാനത്തെക്കാളും പ്രാധാന്യം പറയുന്നു. മറ്റെത്ര വലിയ ദാനം ചെയ്താലും വസ്ത്രദാനത്തിൽ തുല്യമാവില്ല എന്ന് പറയുന്ന
പണ്ഡിതന്മാരും. ഈ പ്രപഞ്ചത്തെ പ്രതിദാനം ചെയ്യുന്ന വസ്ത്രം എന്നാണ് അമ്പരം. അതെ, അത് ഊടും പാവമുണ്ടല്ലോ, അത് ശക്തിയും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ആ വസ്ത്രം നമ്മൾ പൂർണ്ണമായിട്ട് നെയ്ത് കഴിഞ്ഞ ആ രൂപത്തിൽ തന്നെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അത് മുറിക്കാനോ കട്ട് ചെയ്തിട്ട് വേറെ ഒന്നും ചേർക്കാനോ പാടില്ല. അപ്പൊ അത് ഈ പ്രപഞ്ചം മുഴുവനും നൽകുന്നു എന്നാണ് ആ വസ്ത്രം നൽകുമ്പോൾ. അവിടെ കോടിക്കണക്കിന് രൂപയല്ല, ആ വസ്ത്രം പ്രപഞ്ചത്തെ പ്രതിദാനം ചെയ്യുന്നു. അത് വാക്ക് കൊടുക്കുകയാണ്, വാഗ്ദാനം ചെയ്യുക. ആചാര്യഭരണം നടത്തുമ്പോഴൊക്കെ കൂറയും പവിത്രവും എന്ന് പറഞ്ഞ് നൽകുന്നുണ്ട്. കൂറ എന്ന് പറയുന്നത് എന്താ? വസ്ത്രമാണ്. അപ്പോൾ ഇതിനൊക്കെ യൗകികാർത്ഥം, അതുപോലെ തന്നെ താന്ത്രികാർത്ഥം, ഇതൊക്കെയുണ്ട് നമ്മുടെ സംസ്കൃത വാക്കുകൾ. സംസ്കൃതത്തിന്റെ ഓരോ ശാസ്ത്ര വിഭാഗത്തിനും അതിൻ്റെതായ പദങ്ങളുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും പഠിച്ച ജീവിതത്തിൽ സംസ്കൃതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മഹാത്മാക്കൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന കാര്യം ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ വസ്ത്രദാനം ചെയ്ത് നിങ്ങളുടെ പതിയായി ഞാൻ ഇരിക്കും എന്ന വാക്ക് കൊടുക്കുകയാണ് അവിടെ. അതാണ് അതിന്റെ സൂചന നൽകുന്നത്. അതിനായി അതിനൊരു പ്രത്യേക ഒരു അവസരം ഞാൻ സൃഷ്ടിക്കും. അത് അടുത്ത ശരത്കാലത്തില് ഒരു ചന്ദ്രപ്രകാശമുള്ള ഒരു രാത്രിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു നൃത്തം നടത്തും. അത് പിന്നീട് രാസക്രീഡ എന്നുള്ള ഭാഗത്ത് അത് പ്രത്യേക രാസപഞ്ചാധ്യായി എന്ന് പറയുന്ന അവിടെ ആ കാര്യങ്ങൾ, രാസക്രീഡ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് അടുത്ത ശരത്കാലത്ത്. ഇത് മാർഗശീർഷ മാസം ധനുവിലാണ് തിരുവാതിര. അതിനോടനുബന്ധിച്ചാണ് ഭഗവാൻ വാക്ക് നൽകുന്നത്. അത് നടപ്പിലാക്കുന്നത് ആ രാസക്രീഡയിലൂടെ. ആരാണ് ഞാനെന്നും നിങ്ങൾ ആരാണെന്നും എന്നുള്ളത് ആ രാസക്രീഡയിലൂടെ വെളിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞൊരു വാക്ക് നൽകുക. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടികൾ പിരിഞ്ഞു പോയത്. കൂടെ തൻ്റെ ചങ്ങാതിമാരുണ്ട്. അത് മാത്രമല്ല, ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും നിലനിൽക്കുന്നുണ്ടെന്നും ഒന്നും തന്നെ ഭഗവാൻ മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ വസ്ത്രം ധരിച്ചാൽ തന്നെ ഭഗവാൻ നമ്മുടെ ശരീരത്തിന് ഉള്ളിലല്ലേ നിൽക്കുന്നത്. ഉള്ളിലുള്ള ആളുടെ കൺവെട്ടിച്ച് എങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങൾ മറച്ചു വെക്കാൻ പറ്റും? ഞാൻ സർവ്വവ്യാപിയാണ്. വലിയൊരു തത്വമാണ് ഗോപി വസ്ത്രാപഹരണത്തിൽ. പക്ഷെ അവിടെ ആ ഹെഡിങ് കൊടുത്തതോടുകൂടി അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അർത്ഥങ്ങളും ശോഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചില സാഹിത്യകാരന്മാര് ശ്രീകൃഷ്ണനെ 7 വയസ്സല്ല 20 22 വയസ്സായ രൂപത്തിലേക്ക് മാറ്റി കന്യകമാരെയൊക്കെ 17 18 പ്രായത്തിലാക്കി അവർ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ പുരാണങ്ങളൊക്കെ നോവലിലേക്ക് ആവിഷ്കരിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. 2-ാം ഊഴം പോലുള്ളതൊക്കെ മഹാഭാരതത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ആവിഷ്കാരമായി വന്നുള്ളൂ. അപ്പൊ പലരും മൂലഭാരതം വായിച്ചിട്ടുണ്ടാവില്ല. അവർ 2-ാം ഊഴം ഭാരതമാണെന്ന് തെറ്റിദ്ധരിച്ചത് വായിച്ച് അതിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. കാരണം കുട്ടികളിലേക്ക് നമ്മുടെ മൂലഗ്രന്ഥങ്ങൾ എത്തുന്നില്ല. അതുമൂലമുണ്ടാവുന്ന ഓരോ തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അതിന് ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട്, എനിക്കിത് മനസ്സിലായത് ഇതിന്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ, അത് വ്യാഖ്യാനം എഴുതുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പോകണമല്ലോ, അല്ലെങ്കിൽ അത് അർത്ഥം ഇതായിപ്പോയിത്തീരും, തെറ്റായിട്ടല്ല വരിക. അപ്പൊ അങ്ങനെ ആ രാസക്രിയുടെ സമയത്ത്, അതായത് അടുത്ത ശരത്കാലത്തില് ഒരു വൈകുന്നേരം ഒരു ഇരുട്ടിയ സമയത്ത് ഭഗവാൻ ഇതേ സ്ഥലത്ത് യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഓടക്കുഴലിലൂടെ വിശ്വപ്രപഞ്ചത്തെ ആനന്ദിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഭഗവാന്റെ ആ വേണുനാദം കേട്ട് ഗോപസ്ത്രീകൾ കന്യകമാരോടൊപ്പം ഓടി വരികയാണ്. വാസ്തവത്തിൽ ഭഗവാൻ കന്യകമാരെയാണ് ക്ഷണിക്കുന്നത്, അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അവരെ കൂടെ ഗോപസ്ത്രീകളും, അതായത് കുടുംബിനികളും എല്ലാവരും ഓടി വന്നു. എല്ലാവരും അവിടെ എത്തിയ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, എന്തിനു നിങ്ങളൊക്കെ വന്നു? ഞാൻ കന്യകമാരെയല്ലേ വിളിച്ചുള്ളൂ. നിങ്ങൾ ഒരു കുടുംബം നോക്കുന്നവരാണ്, ഭർത്താക്കന്മാരുണ്ടാവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അതൊക്കെ നിങ്ങൾ അവരുടെ എന്താണോ നിങ്ങളുടെ ധർമ്മം, ഭാര്യാധർമ്മം എന്താണ്, അല്ലെങ്കിൽ മകളുടെ ധർമ്മം എന്താണ്, ഇതൊക്കെ നോക്കി അവിടെ വീട്ടുകാര്യങ്ങൾ, ഗൃഹസ്ഥാശ്രമ ജീവിതം ഭംഗിയായി നടത്തേണ്ടവരെ നിങ്ങൾ ഈ രാത്രികാലത്ത് വരുന്നത് ശരിയാണോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴവരെല്ലാവരും, ആ മുതിർന്ന ഗോപസ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങയിൽ ലയിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ലോകത്ത് വേറെ ആരും ഇല്ല. സർവം ഉപേക്ഷിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ. അങ്ങയിൽ സാക്ഷാത്കാരം നേടാനായി. ഈ ശക്തമായ പ്രതികേട്ട ഭഗവാന് അവരെ അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അവര് നിങ്ങൾ സതികളാണ് എന്ന് ഭഗവാൻ അവരോട് പറയുക.
ആരാണ് ഈ ഗോപസ്ത്രീകൾ എന്നൊക്കെ പിന്നീട് നമ്മുടെ ഭട്ടതിരിപ്പാട് ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് ഇവർ എന്നുള്ളത്. ദേവസ്ത്രീകളാണ് അവതരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ആ ഓരോ യുഗത്തിലുള്ള ദൗത്യം നിർവഹിക്കുന്നതിന്റെ സഹായിക്കാനായിട്ട് അവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് വിശദമാക്കി പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ അവരോട് പിന്നെ ഈ രാസക്രീഡ എന്നുള്ള ഒരു പ്രത്യേകമായ രാസനൃത്തം അവിടെ വെക്കുകയാണ്. ഒക്കെ അപ്സര സ്ത്രീകളൊക്കെയാണ് അവർ പൂർവ്വജന്മത്തിൽ എന്നാണ് പറയുന്നത്. അവിടെ ഭഗവാൻ രണ്ട് സ്ത്രീകളെ കൈകോർത്ത് പിടിക്കുന്നതിന്റെ നടുവിൽ പോയി നിന്നിട്ടാണ് രാസക്രീഡ നടക്കുന്നത്. ഈ രണ്ടുപേരുടെയും മുഖാമുഖമായിട്ട് നിൽക്കുന്നുകൊണ്ടുള്ള ഒരു നൃത്തമാണ് ഭഗവാൻ തുടങ്ങിയത്. അപ്പൊ അവിടെയുള്ള എല്ലാ സ്ത്രീകളുടെ ജോഡിയുടെ മധ്യത്തിലും ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് സ്ത്രീകളുടെ മധ്യത്തിൽ, കൈകോർത്ത സ്ത്രീകളുടെ മധ്യത്തിൽ കൃഷ്ണൻ. അന്ന് ആ സമയത്തും ഭഗവാന്റെ വയസ്സ് 7. കന്യകമാരുമുണ്ട്, മുതിർന്ന സ്ത്രീകളും. അതൊരിക്കലും ഒരു കാമലീലയായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. ബുദ്ധിയുള്ളവർ അതൊരിക്കലും അംഗീകരിക്കില്ല. അതിനൊക്കെ ഓരോ പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇതൊരു കുട്ടിയാണ് ഈ ഇത്രയും അമ്മമാരുടെ കൂടെയും സഹോദരിമാരുടെ കൂടെയും നൃത്തം ചെയ്യുന്നത്. അതിൽ ഒരു മറ്റുള്ള തരത്തിൽ ചിന്തിക്കുന്നവരെ പറ്റി എന്ത് പറയാനാണ്? അവർ തെറ്റായ രീതിയിൽ ആവിഷ്കരിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന ഗൂഢോദ്ദേശമായിരിക്കാം. പക്ഷെ അതിൽ നമ്മൾ വീണു പോകുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ ഭക്തന്മാർ തെറ്റിദ്ധരിക്കുന്നു ഈ കാര്യങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആ നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ഗോപസ്ത്രീകൾ സ്വന്തമാക്കണം കൃഷ്ണനെ എന്നുള്ള വിചാരമുണ്ട്. എൻ്റെ കൃഷ്ണൻ, എൻ്റെ കൃഷ്ണൻ, മറ്റു സ്ത്രീകൾ തുടരുതെന്നുള്ള രീതിയിലേക്ക് മാറി. ഈ സമയത്ത് ഭഗവാൻ അപ്രത്യക്ഷമായി. അപ്പൊ എല്ലാവർക്കും വിഷമായി. കൃഷ്ണൻ മറഞ്ഞു പോയല്ലോ, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. ദുഃഖിതരായി പിന്നെ ഒരു ഭാഗത്തിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഭഗവാൻ കുറെ നേരത്തേക്ക് മറഞ്ഞു നിൽക്കുക ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും പിന്നീട് ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചപ്പോ ഭഗവാൻ വീണ്ടും വന്ന് അവരോടൊപ്പം അവിടെ ഒരു നൃത്തമാടി. അത് നമ്മുടെ സാധാരണ ലൗകിക നൃത്തമല്ല, അത് ആത്മീയ നൃത്തമാണ്. അത് തുര്യാവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ആനന്ദമാണ്. ആ ആനന്ദം അനുഭവിക്കുന്നത് ഈ ഗോപസ്ത്രീകളും അതുപോലെ കന്യകമാരൊക്കെ അപ്സര സ്ത്രീകളായിരുന്നു. അതാണ് നമ്മുടെ ഭട്ടതിരിപ്പാട് ഉപനിഷസുന്ദരി എന്നുള്ള ഒരു പ്രത്യേകം ഒരു വാക്ക് മണ്ഡലേശ എന്ന് പറയുന്നുണ്ടല്ലോ ശ്ലോകത്തിൽ. ഇവരൊക്കെ ഈ ഗോപസ്ത്രീകളും പിന്നെ അതുപോലെ കന്യകമാരും ഒക്കെ തന്നെ ഉപനിഷത്ത്, അതായത് വേദത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. വേദം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ അവർ ആ സമയത്ത് ഭഗവാനുമായിട്ട് ലീലാവിലാസം. അതിൽ ചില വാക്കുകൾ, സംസ്കൃതത്തിലെ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കാമം എന്ന വാക്ക് ഇടയിലിടയിൽ ഉപയോഗിക്കുന്നത്. ആ കാമം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. സ്നേഹം എന്ന് പറയുന്നതിനും കാമം തന്നെയാണ് ഉപയോഗിക്കുക. കൂടുതൽ മറ്റു തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യത്തിനാണെങ്കിൽ അതിനെ ആസക്തി എന്നും കൂടെ ചേർക്കും. കാമാസക്തി എന്ന് ചേർക്കും. ഒരാൾക്ക് വിശക്കുന്നു എന്നുള്ളത് ഒരു കാമമാണ്. ദാഹിക്കുന്നു, അത് കിട്ടണം എന്നുള്ളത് കാമമാണ്. എനിക്ക് ജീവിതത്തിൽ ഉയരണം എന്നുള്ളത് കാമമാണ്. അതുപോലെ ഓരോന്നിനോട് കാണിക്കുന്നതാണ് ആ ഒരു പിന്നെ സ്നേഹം അല്ലെങ്കിൽ അത്യാവശ്യകത കാണിക്കുമ്പോൾ അത് കാമമായിട്ട് തീരും. കാമാസക്തി ആവരുത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നിയന്ത്രിക്കാൻ വേണ്ടി പറയുന്നത്. ആഗ്രഹം മനുഷ്യന് വേണം, അത്യാഗ്രഹം പാടില്ല. ഈ ആഗ്രഹമാണ് കാമം എന്നുള്ള രീതിയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ സ്വന്തമാണ്, നമുക്ക് ആ രീതിയിലാണ് തോന്നിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ നൃത്തം വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഇവരെയൊക്കെ ജീവാത്മതലത്തിൽ നിന്ന് പരമാത്മതലത്തിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. അപൂർണമായ ആനന്ദം അവരെ അനുഭവിപ്പിച്ചു. അതാണ് വസ്ത്രദാനത്തിലൂടെ ആ ഗോപീ വസ്ത്ര അപഹരണം എന്നുള്ള ആ വിഷയം ഇവിടെ ഒരു ദാനം എന്ന രീതിയിൽ തന്നെ വരും. അത് വസ്ത്രത്തിനെ ദാനം ചെയ്താൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ തയ്യാറാണ്. ഇപ്പൊ വിവാഹത്തിനൊക്കെ വസ്ത്രം കൊടുക്കുമല്ലോ സ്ത്രീക്ക്. അതിന്റെ അർത്ഥം പൂർണ്ണമായും അത് സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഭർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്. ഏതാ നിങ്ങൾക്ക് മൂന്നെണ്ണത്തിൽ ഏതാ ഇഷ്ടമായിരുന്നു? കേൾക്കുന്നുണ്ടോ?
ചോദ്യത്തിന് സമയം തരാം. ഞാൻ പറയുന്ന ആദ്യം ഒന്ന് ഉൾക്കൊള്ളണം പ്ലീസ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃഷ്ണൻ അത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ബന്ധമല്ല അപ്സര സ്ത്രീകൾ ഗോപസ്ത്രീകളും കന്യകാപരമായിട്ടുണ്ടായിരിക്കും. ആ പ്രായം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പിന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഭഗവാൻ ആദ്യം തന്നെ രുക്മിണിയെയാണ് വിവാഹം കഴിക്കുന്നത്. അതെങ്ങനെ? ഭഗവാന്റെ ആഗ്രഹമൊന്നും ഭഗവാൻ ഉണ്ടായിരുന്നില്ല രുക്മിണിയെ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ട് തന്നെയില്ല. പക്ഷെ രുക്മിണിയുടെ പ്രാർത്ഥനയായിരുന്നു, എനിക്ക് ശ്രീകൃഷ്ണനല്ലാതെ വേറൊരാളെയും ഭർത്താവായി സ്വീകരിക്കാൻ പറ്റില്ല. അത് തൻ്റെ അച്ഛനോടും അമ്മയോടും സ്വകാര്യമായി പറഞ്ഞു. പക്ഷെ സഹോദരനായ രുക്മി ഒരിക്കലും കൃഷ്ണനോട് യാതൊരു താല്പര്യം കാണിക്കാതെ, അതുകൊണ്ട് ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് നിർബന്ധം. അതിന് അച്ഛൻ വഴങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ സ്വയംവര ദിവസം 2-3 ദിവസത്തിനപ്പുറം സ്വയംവരം നടക്കുന്നതാണ്. അപ്പൊ എങ്ങനെ എൻ്റെ ഈ ആഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ അറിയിക്കും? പാർവതി ക്ഷേത്രത്തിൽ പോയി പാർവതി ദേവിയുള്ള ദിവസം പ്രാർത്ഥിക്കുക. പക്ഷെ പാർവതി ദേവി കാര്യം ശ്രീകൃഷ്ണനിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമായി രുക്മിണി ദേവിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ഈ ആഗ്രഹം ശ്രീകൃഷ്ണനിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു ലേഖനം കൊടുത്തേക്കുക. അപ്പൊ ലേഖനം പഴയ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും എഴുതാറില്ല, അന്നത്തെ സമ്പ്രദായമില്ല. പക്ഷെ ഇവിടെ അത് വേണ്ടി വന്നു. അപ്പൊ എങ്ങനെ അഭിസംബോധന ചെയ്യണം കൃഷ്ണനെ എന്നുള്ളത് കുറേ നേരം ആലോചിച്ചു എന്നാ പറയും. ഒടുവിൽ അവർ കണ്ടെത്തിയ നാമം ഭുവനസുന്ദര എന്നായിരുന്നു. അത് ഭാഗവത്തിൽ പറയും. ആ വാക്ക് വെച്ചിട്ടാണ് ഭഗവാനോട് തൻ്റെ വിഷമങ്ങൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തുന്നത്. എന്നെ രക്ഷിക്കണമേ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പണം ചെയ്യുക. ആ എഴുത്ത് അങ്ങനെ കൊണ്ടുവന്ന് ബ്രാഹ്മണൻ ദ്വാരകയിലെത്തിയ കൃഷ്ണന് ഈ എഴുത്ത് നീട്ടിയപ്പോൾ ശ്രീകൃഷ്ണൻ കൈകൊണ്ട് സ്വീകരിച്ചില്ല. ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമുക്ക് അറിയാത്ത അപരിചിതയായ ഒരു പെൺകുട്ടിയുടെ ലേഖനം കൈപ്പറ്റുന്നത് ശരിയല്ല. അത് പിന്നീട് അത് തെറ്റായ രീതിയിലേക്ക് ആളുകൾ കീഴ്വഴക്കം സൃഷ്ടിക്കും. താങ്കളല്ലേ കൊണ്ടുവന്നത്, താങ്കൾ വായിക്കൂ എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു. അങ്ങനെ രുക്മിണി എഴുതിയ എഴുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. ഉടനെ രക്ഷിക്കാം, പറഞ്ഞോളൂ. അങ്ങനെയാണ് ഭഗവാൻ സ്വയംവര സന്ദർഭത്തിൽ, അതിൽ എഴുത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ സ്വയംവര ദിവസം പാർവതി ദേവിയെ തൊഴാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകും, അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇന്ന സ്ഥലത്ത് അങ്ങ് തേരുമായിട്ട് വന്നാൽ മതി, ഞാൻ അവിടത്തെ കയറി വരും. അതനുസരിച്ച് തന്നെ ഭഗവാൻ ആസൂത്രണം ചെയ്ത് തേരുമായി അവിടെ എന്തെങ്കിലും യുദ്ധം നടക്കുന്നതിൽ വേട്ടനെയും കൂട്ടിയിരുന്നു, യാദവ സേനയും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഭഗവാൻ ആ തക്ക സമയത്ത് അവിടെ എത്തി രുക്മിണിയെ കൈപിടിച്ച് തൻ്റെ രഥത്തിൽ കയറ്റി അവിടെ നേരെ വിടുകയാണ് ചെയ്തു. ഇത് രുക്മിണി അറിഞ്ഞു. ഉടനെ യുദ്ധസന്നാഹത്തോടുകൂടി ശിശുപാലനെ കൂട്ടി അങ്ങനെ ഭഗവാനെ പിന്തുടരുന്നുണ്ട്. പക്ഷെ അവസാനം ദ്വാരകയിലെത്തുമ്പോഴേക്ക് ഇവരൊക്കെ പരാജയപ്പെട്ട് മടങ്ങിപ്പോവാണ് ചെയ്തത്. അങ്ങനെ രുക്മിണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക. അതെല്ലാവരും കാണുകയാണ് ഭഗവാൻ ചെയ്തത്. അതൊരു മോഷണമൊന്നുമല്ല, തട്ടി എടുക്കലുമല്ല, അവരുടെ സമ്മതത്തോടു കൂടി. രുക്മിണിയാണ് ക്ഷണിച്ചു വരുത്തത് എന്നെ രക്ഷിക്കാൻ. എങ്ങനെ രക്ഷിക്കണം എന്നുള്ള മാർഗവും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതെങ്ങനെ അത് തട്ടിപ്പ് കൊണ്ടുപോകാനാവുക? ചിലവർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, രുക്മിണിയെ തട്ടിയെടുത്തതല്ലേ. അതും അവിടെയും അത് തെറ്റായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അവിടെ അമ്മയോട് ഏൽപ്പിച്ചു ആ കുട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ദേവകി പറയുന്നത്, ഭവനെ നിനക്ക് പ്രായമായി, 20-21 വയസ്സ് പ്രായമായി, നിനക്ക് വിവാഹം വേണം, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ തന്നെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ, ഞാനത് ശ്രദ്ധിച്ചു, അവളെ നിനക്ക് അനുയോജ്യയാണ്. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ മുഹൂർത്തം നിശ്ചയിച്ചോളൂ, എല്ലാവരും ക്ഷണിച്ചു വരുത്തി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടി വിവാഹം കഴിക്കാം. അങ്ങനെയാണ് രുക്മിണി വിവാഹം നടത്തുന്നത്. അവിടെ എവിടെയും ഭഗവാൻ രുക്മിണിയുടെ രഹസ്യ ബന്ധങ്ങളോ അല്ലെങ്കിൽ രഹസ്യമായ എഴുത്തുകുത്തുകളോ ഒന്നും ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയെ കെട്ടി അമ്മയാണ് ഏൽപ്പിക്കുന്നത്. ആ അമ്മയോടും പറഞ്ഞില്ല എനിക്ക് ഈ കുട്ടിയെ തന്നെ ഇല്ല പറഞ്ഞു. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ആ രുക്മിണിയുടെ വിവാഹം നടന്നു. പിന്നീട് രണ്ടാമത്തേതായി വരുന്നത് ജാമ്പവതിയുടെ വിവാഹം. സെവന്തകമണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഭഗവാൻ അത് എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്രാജിത്തിന്റെ കയ്യിലുള്ളതായിരുന്നു, അത് കാണാനില്ല. അത് മോഷണം നടത്തിയത് കൃഷ്ണനാണെന്ന് ലോകം മുഴുവനും അപവാദം പരത്തി. അപ്പൊ അതിൽ നിന്ന്
മോചനം കിട്ടാനായിട്ട് ഭഗവാൻ തന്നെ എവിടെയാണിത് കൊണ്ടുപോയത് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ അവസാനം ഒരു ഗുഹയിൽ ചെന്നപ്പോഴാണ് ജാംബവാൻ എന്ന് പറയുന്ന പഴയ ത്രേതായുഗത്തില് ആ വാനരശ്രേഷ്ഠന്റെ ആ ഗുഹയിൽ ഈ രത്നം കാണുന്നത്. ആ രത്നം അവിടെ ഒരു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഉടനെ ഭഗവാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇത് സത്രാജിത്തിന്റെ ശമന്തകം എന്ന് പറയുന്ന പണിയാണ്. അത് ഞാൻ തട്ടിയെടുത്തു, ഞാൻ കട്ടുകൊണ്ടുപോയി എന്നുള്ള പ്രചരണം ഉഗ്രമായി നടക്കുകയാണ് നാട്ടിൽ. എനിക്ക് വഴി നടക്കാതായി, നടക്കാൻ പറ്റാത്ത അവസ്ഥ. കള്ളനാണെന്ന് വരെ മുദ്ര കുത്തി. അതുകൊണ്ട് എനിക്കിത് തിരിച്ചു തരണം, എനിക്ക് അയാളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും ജാംബവാനാണെങ്കിൽ വളരെ പ്രായാധിക്യമുള്ള ഒരു വാനരാണ്. ത്രേതായുഗത്തിൽ തന്നെ ജനിച്ച ആളാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചശക്തി ഇല്ല. അപ്പൊ ഈ പറയുന്ന വാക്ക് കേട്ടപ്പോൾ പറഞ്ഞു, ഇല്ലല്ല, ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ആ സിംഹത്തിനെ കൊന്ന് ഞാൻ എടുത്തതാണ്, ഇതിപ്പോ എന്റേതാണ്, അതെങ്ങനെ താങ്കൾക്ക് അവകാശപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വാക്കേറ്റത്തിനൊടുവിൽ തർക്കം മൂത്തതോടുകൂടി മുഷ്ടിയുദ്ധം നടന്നു എന്നാ പറയും, ജാംബവാനും ശ്രീകൃഷ്ണൻ തമ്മിൽ. കുറേ ദിവസം യുദ്ധം ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ജാംബവാൻ ക്ഷീണിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ക്ഷീണം അനുഭവിക്കാത്ത ആളായിരുന്നു ജാംബവാൻ. ബ്രഹ്മാവിന്റെ മകനാണ്. ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പരാജയം വരാൻ പോകുന്നത്? ഇത് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? എനിക്ക് കാഴ്ചശക്തിയില്ലല്ലോ, ആരാണ്? ശ്രീരാമസ്വാമിയെ അങ്ങ് തന്നെ ഒന്ന് എനിക്ക് ഉള്ളിൽ കൂടി പറഞ്ഞു തരണമേ എന്ന് ശ്രീരാമഭക്തനായ ജാംബവാൻ പ്രാർത്ഥിക്കുക. ഈ സമയത്താണ് ഉള്ളെന്ന്, എന്നോട് തന്നെയാണ് താൻ യുദ്ധം ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് കൃഷ്ണൻ. അതോടുകൂടി താൻ ചെയ്ത തെറ്റിന് വേണ്ടി നമസ്കരിച്ച് അതുവരെ ചെയ്ത ആ പാപകർമ്മത്തിന് പരിഹാരം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാഴ്ചയില്ലാത്ത, അല്ലെങ്കിൽ അങ്ങേ പൂവിട്ട് പൂജിച്ച് ഞാൻ എൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുവരേണ്ട ആളെയാണ് അങ്ങ്, ആ ആളെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ക്ഷമിക്കണം. കൃഷ്ണൻ പറഞ്ഞു, തൻ്റെ യുദ്ധ വൈദഗ്ധ്യം ഞാൻ ആസ്വദിക്കുകയായിരുന്നു, അതാണ് ഞാൻ നീണ്ടുപോയത്, അല്ലെ അതിനു മുമ്പ് എനിക്ക് പറയായിരുന്നു, അത് പറഞ്ഞ ഈ യുദ്ധം നടക്കില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും ആ വീര്യത്തോടു കൂടി അങ്ങക്ക് ഇത്രയും ശക്തിയുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇതിന് പരിഹാരം ചെയ്യണമല്ലോ. അപ്പൊ അതിന് ജാംബവാൻ തന്നെ രത്നത്തെയും തൻ്റെ മകൾ ജാംബവതിയെയും അങ്ങോട്ട് ദാനം ചെയ്യണം. അങ്ങനെ ഒരു വിവാഹം പഴയ കാലം നടക്കുന്നുണ്ട്. രക്ഷിക്കാൻ പ്രാപ്തിയായ ആൾക്ക് കന്യകാദാനം ചെയ്യുന്ന ഒരു വിവാഹ സമ്പ്രദായമുണ്ട്. കൂടെ ഈ സെമന്തകമണി കൊടുത്തു. ജാംബവതി ത്രേതായുഗത്തിൽ ജനിച്ച കുട്ടിയാണ് ജാംബവാൻ. അപ്പൊ ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന മോഹമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ ശ്രീരാമചന്ദ്രൻ ഏകപത്നി വ്രതധരനാണെന്ന് അറിഞ്ഞപ്പോ ആ ആഗ്രഹം സാധിച്ചില്ല. അങ്ങനെ ദ്വാപരയുഗം വരെ കാത്തിരുന്നു തൻ്റെ മകളെ ശ്രീകൃഷ്ണൻ ഏൽപ്പിക്കാൻ. അങ്ങനെയാണ് ജാംബവതിയെ വിവാഹം കഴിച്ചത്. അവിടെയും ശ്രീകൃഷ്ണൻ ഒരിക്കലും ആ പെൺകുട്ടി എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നല്ല. പിന്നെ മൂന്നാമത്തെ വിവാഹം സത്യഭാമമായിട്ടുള്ള വിവാഹം. അതും ഈ സെമന്തകമണി കിട്ടിയ ഉടനെ ദ്വാരകയിൽ ചെന്ന് ദ്വാരകയുടെ രാജാവായ ആ കാലഘട്ടത്തില് ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജാവ് ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചു. ഈ മണി, ഇത് സെമന്തക മണിയാണ്, സത്രാജിത്താണ് ഇതിന്റെ ഉടമ. പക്ഷെ അദ്ദേഹം അനുജന് ഇത് കൊണ്ട് നടക്കാൻ കൊടുത്തു. അത് പിന്നീട് ജാംബവാന്റെ കയ്യിലെത്തി, ഞാൻ ജാംബവാന്റെ കയ്യിലെത്തത്. ഇത് അങ്ങ് എന്താ യുക്തം പോലെ കൂടി ചെയ്തോളാം. ഉഗ്രസേനനാണ് അന്നത്തെ രാജാവ്. അദ്ദേഹം ഉടനെ സത്രാജിത്തിനെ വിളിച്ചു വരുത്തിയിട്ട്, അങ്ങയുടെ നഷ്ടപ്പെട്ട ആ ഇതുണ്ടല്ലോ മണി, ഇതാ അങ്ങ് ഏറ്റെടുത്തോളൂ. അത് കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. കൃഷ്ണൻ തന്നെയാണ് അത് ഏൽപ്പിക്കുന്നത്. ഞാൻ തൻ്റെ സ്വർണം മോഷ്ടിച്ചിട്ടില്ല. ഇത് വല്ലാത്ത മാനസിക പ്രശ്നം ഉണ്ടാക്കി സത്രാജിത്തിൽ. ഇത്രയും ശുദ്ധനായ ശ്രീകൃഷ്ണനെയാണല്ലോ ഞാൻ അപവാദം പറഞ്ഞ് ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചത്. ഇതൊരു മഹാപാപമാണ്. അത് വാസ്തവത്തിലൊരു വ്യക്തിഹത്യക്ക് തുല്യമാണ്. ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് അപവാദം പറയുക എന്നുള്ളത്. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണത്. ഒരു കൊലപാതകം നടത്തിയതിന് തുല്യമാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലത്ത് എന്തും പറയാനുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഭാഗവത്തിൽ ഈ കാര്യത്തിൽ പ്രത്യേക പ്രസക്തിയുണ്ട്. അതൊരു മഹാപാപമാണ് എന്നുള്ളത്. ഉടനെ അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ഭഗവാനെ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ സത്യഭാമ, എപ്പോഴും ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതാണ്, ഭർത്താവാകണമെന്ന് ആ മകളെയും ഈ രത്നത്തെയും ഭഗവാന് കൊടുത്തു. സത്യഭാമയെ സ്വീകരിച്ചു.
പക്ഷെ രത്നത്തെ സ്വീകരിച്ചില്ല. അപ്പോൾ ഇത് സ്ത്രീധനം എന്ന നിലയിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീധനമാണെങ്കിൽ അത് ഞാനെങ്ങനെ സ്വീകരിക്കും? അത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ വരന്റെ വീട്ടുകാർക്ക് യാതൊരു അവകാശവും. അത് ആ കുട്ടി അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് സ്വീകരിക്കില്ല. അവരുടെ ധനം സ്വീകരിച്ച് അവരെ സംരക്ഷിക്കേണ്ടത് ശരിയായ നടപടിയാണ്. ഒരു പുരുഷൻ സ്വയം കഴിവ് വരുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്. ആ സ്വയം കഴിവ് വന്ന് എന്താണ് വരുമാനം, അതിനനുസരിച്ച് പത്നിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. അല്ലാതെ പത്നിയുടെ സ്വത്തെടുത്ത് സ്വീകരിക്കുകയും എന്നിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നത് അതിൽ പൗരുഷമില്ല എന്ന സൂചനയാണ് നൽകുന്നത്. സ്ത്രീധനത്തിന് ഭഗവാൻ വ്യക്തമായ ഒരു സൂചനയും അതിന്റെ നിയമവും പറഞ്ഞു. പക്ഷെ ഇന്ന് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. എത്രയോ ഭാഗവത സപ്താഹങ്ങൾ കേൾക്കുന്നുണ്ട്, അതിലൊക്കെ ഈ കാര്യങ്ങൾ. പക്ഷെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എങ്കിലും അത് നമ്മുടെ തത്വശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഈ ഭാഗവത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് സത്യഭാമയെ വിവാഹം കഴിക്കുന്നത്. അവിടെ സത്യഭാമയായിട്ട് മുൻ പരിചയമില്ല, എവിടെ വെച്ച് കണ്ടിട്ട് പോലുമില്ല. പിന്നെയുള്ള 4ാമത്തെ വിവാഹം കാളിന്തി ആയിട്ടാണ്. ഒരു ദിവസം അർജുനനും കൂടെ ശ്രീകൃഷ്ണനും കൂടി കാളിന്തി നദിയുടെ തീരത്ത് അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് കാളിന്തി നടന്നു വരുന്നത് കാണുന്നത്. സൂര്യന്റെ മകളാണ് ഞാൻ. അച്ഛൻ എനിക്ക് ഇവിടെ ഒരു വീട് പണിത് തന്നിട്ടുണ്ട്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോഴെന്തിനാണ് താമസിക്കുന്നത്? ഞാൻ എപ്പോഴും ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തെ എൻ്റെ ഭർത്താവാകാൻ അവിടെ തപസ് ചെയ്യുകയാണ്. എൻ്റെ അച്ഛനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, നടത്തിക്കൊണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങ് തപസ് ആരെയാണോ പ്രതീക്ഷിച്ച് തപസ് ചെയ്ത് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. കൃഷ്ണനോട് പറഞ്ഞു, എൻ്റെ തപസ്സാഫല്യം അങ്ങ് തരണം. ഭഗവാൻ കാളിന്തിയെ സ്വീകരിച്ചു. പിന്നീട് 5ാമത്തെ വിവാഹമാണ്. അത് മിത്രവിദ്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ആ വസുദേവരുടെ സഹോദരി രാജാധിദേവിയുടെ മകളാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മുറപ്പെണ്ണാണ്. അപ്പൊ അവര് ഭഗവാനെ തന്നെ ഭർത്താവാകണം, മുറച്ചക്കനാണല്ലോ, ഭർത്താവാകണം. മാത്രമല്ല അദ്ദേഹത്തിന് കൃഷ്ണനെ പറ്റി നന്നായിട്ട് അറിയാലോ, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ സഹോദരന്മാര് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ഭഗവാൻ ആ സ്വയംവരം നടക്കുന്ന സമയത്ത് മിത്രവിന്ദയെ സ്വീകരിച്ച് വരികയാണ് ചെയ്യും. അങ്ങനെയാണ് 5ാമത്തെ വിവാഹം. 6ാമത്തെ വിവാഹം സത്യയുമായിട്ടാണ്. സത്യ എന്ന് പറയുന്ന നഗ്നജിത്ത് എന്ന് പറയുന്ന അയോധ്യയിലെ രാജാവിന്റെ മകളെയാണ്. അതിൽ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 7 കാളകളെ ആരാണ് കീഴടക്കി ശക്തി പ്രകടിപ്പിക്കുന്നത് ആൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുമെന്ന്. പക്ഷെ ഇവിടെ ആ കുട്ടി എപ്പോഴും ശ്രീകൃഷ്ണൻ തന്നെ ആവണം എന്ന് പ്രാർത്ഥിക്കുക. എത്രയോ രാജാക്കന്മാര് ശ്രമിച്ചു നോക്കിയിട്ട് 7 കാളകളെയും നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ആലോചിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, പിന്നെ സത്യ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കി ഭഗവാൻ അവിടെ ചെല്ലുകയും, രാജാവിന് വളരെയധികം ഇഷ്ടമായ കുട്ടിയുടെ പിതാവ്, എൻ്റെ മകൾ എപ്പോഴും അങ്ങയെ ഓർത്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു പോയി, ഈ 7 കാളകള് ആരാണോ അവർക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ സത്യം പരിപാലിക്കാൻ അങ്ങ് ആ കാളകളെ ഒന്ന് ബന്ധിച്ച തിരക്കിട്ടില്ല. അങ്ങനെ ഭഗവാൻ ആ 7 കാളകളെയും ബന്ധിച്ചു. അങ്ങനെയാണ് സത്യയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ 7ാമത്തെ വിവാഹം ഭദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഈ ഭദ്രയും വസുദേവരുടെ ഒരു സഹോദരിയായ ശ്രുതകീർത്തിയുടെ മകളാണ്, എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണാണ്. ആ ഭദ്രയും ഭഗവാനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയായി. പക്ഷെ അവരുടെ സഹോദരന്മാരൊക്കെ ദുര്യോധന പക്ഷത്തായിരുന്നു. അവരെ പരാജയപ്പെടുത്തി ഭഗവാൻ അവളെയും സ്വീകരിക്കുക. പിന്നെ 8ാമത്തെ വിവാഹം ലക്ഷ്മണ എന്ന് പറയുന്ന ഭദ്ര രാജാവിന്റെ മകളെയാണ്. അവളും ഇതുപോലെ തന്നെ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. ആ വിവരം പറഞ്ഞ് അവളെയും സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ 8 പത്നിമാരുണ്ടായത്. ഇത് ഈ 8 പത്നിമാരെയും ഭഗവാൻ മുൻകൂട്ടി കാണാത്തവരാണ്. എന്തെങ്കിലും ഒരു പ്രേമാഭ്യർത്ഥനയായിട്ട് അവരും കൂടെ പോയിട്ടില്ല, അവരുമായി ഒളിച്ചു താമസിച്ചിട്ടില്ല, അവരുമായിട്ട് എഴുത്തുകുത്ത് നടത്തിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അവരെ വശീകരിച്ചിട്ടില്ല, പ്രലോഭിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ 16,100 വന്നതാണ്. അത് ശരിയാണോ? അതൊക്കെ ശരി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തിനാ എൻ്റെ ആവശ്യം? മിണ്ടാതിരുന്നാൽ ഒരു 8 ആളായില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്തിനാ? ഭഗവാനും അതിന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ
ഒരു സാഹചര്യം വന്നു ചേർന്നു. നരകാസുരൻ എന്ന് പറയുന്ന അസുരൻ ഭയങ്കര ശക്തിയുള്ള ഒരാളായിരുന്നു. ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് നാരായണാസ്ത്ര പ്രയോഗം കൂടി അറിയാം. അത് അപൂർവമാണ്, എല്ലാവർക്കും അറിയില്ല. ബ്രഹ്മാസ്ത്രം വരെ അറിയുള്ളൂ, നാരായണാസ്ത്ര പ്രയോഗം അറിയാത്തവർ അതും കൂടിയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഈ നരകാസുരൻ എന്താണ് ചെയ്തത് വെച്ചാൽ, അദ്ദേഹത്തിന്റെ രാജ്യത്തിലുള്ള പ്രജകളില് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശം ആ കന്യകാത്വത്തിന്റെ കഴിയുന്നതിന് മുമ്പായിട്ട് ഇങ്ങേർക്ക് സമർപ്പിക്കണം. അദ്ദേഹത്തിന് അടിമ സമർപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ രാജാവിന്റെ കീഴിലാണ് അവരുടെ ജീവിതം. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എത്രയോ ഈ 16,100 പെൺകുട്ടികള് ഈ നരകാസുരന്റെ തടവറയിൽ കഴിയുക. അവരെപ്പോഴും കൃഷ്ണാന്നുള്ള വിളിയാണ്, രക്ഷിക്കണേ ഈ തടവറയിൽ നിന്ന്. ഈ വിളി കുറെ കാലമായി തുടങ്ങി. ഉള്ളിൽ ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് മോചനം കൊടുക്കണമല്ലോ, സ്ത്രീ വിമോചനം നടത്തണമല്ലോ, അവരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് ഭഗവാൻ ഒരു ദിവസം പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന സ്ഥലത്താണ് നരകാസുരന്റെ രാജധാനി. അവിടെ ചെന്ന് നരകാസുരനോട് കാര്യം പറഞ്ഞു. എന്തിനാ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത്, അവരെ വീട്ടിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഒടുവിൽ യുദ്ധം തന്നെ വേണ്ടി വന്നു. വളരെ വിഷമം അനുഭവിച്ച ഭഗവാൻ നരകാസുരനെ വധിക്കുക. ഒടുവിൽ നരകാസുരനെ ചക്രായുധം കൊണ്ട് വധിക്കുക. അതിനോടനുബന്ധിച്ചാണ് ഈ ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നത്. ആ വധം നടത്തിയതിനു ശേഷം ഈ തടവറ അവിടെ ചെന്ന് അവരെയൊക്കെ സ്വതന്ത്രരാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അപ്പോഴവരാരും തന്നെ പുറത്തിറങ്ങിയില്ല. ഭഗവാനോട് പറഞ്ഞു, വീടോ? ഞങ്ങളുടെ വീട് ഉണ്ട്, പക്ഷെ എങ്കിലും അവർ ഞങ്ങളെ സ്വീകരിക്കില്ല. മറ്റൊരാളുടെ വരുതിയിൽ താമസിച്ചതുകൊണ്ട് ഭ്രഷ്ടാക്കി. അങ്ങനെ പഴയകാലത്ത് ജാതി ഭ്രഷ്ട, അങ്ങനെ പല ഭ്രഷ്ടകളുണ്ട്, അതിൽപ്പെട്ടവരാണ് ഞങ്ങൾ. ഇനി ഞങ്ങളെ ഒരു പുരുഷനും കല്യാണം കഴിക്കില്ല, ഭ്രഷ്ടകളെ കഴിക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇനി ജീവിതമില്ല. ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഞങ്ങളൊക്കെ അങ്ങേ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, അങ്ങ് തന്നെ ആകണം ഞങ്ങളുടെ ഭർത്താവ് എന്ന നിലയിൽ, എൻ്റെ രക്ഷകൻ എന്ന നിലയിൽ. രക്ഷകൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ഭർത്താവ് എന്നല്ല, രക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾക്കൊരു ജീവിതം തരാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങ് അതിന് കരിയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല, അതല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് ഭഗവാൻ എന്താ ചെയ്തത്? ഈ 16,100 പേർക്ക് ജീവിതം നൽകാൻ തീരുമാനിച്ചു. അത് തെറ്റാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ജീവൻ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റും. അവർ ഒന്നടങ്കമാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവർ കത്തിക്കരിച്ച് ചാമ്പലാവുന്ന ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും ഭഗവാൻ. കരുണാമയൻ എന്ന് പറയുന്നു. മാത്രമല്ല, ഭക്തന്മാരുടെ ദാസദാസനാണ് ഞാനെന്നാ പറയുന്നത്. ദാസൻ മാത്രമല്ല, ദാസദാസൻ. അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പ്രൊട്ടക്ഷൻ നൽകുന്ന മൂർത്തിയാണ്. ആ വസ്ത്രാക്ഷേപ സമയത്ത് ദുശാസനം പിടിച്ചു വലിച്ച് പാഞ്ചാലിയെ കൊണ്ടുവരുമ്പോൾ അവർ കുറേയൊക്കെ ശക്തിപൂർവ്വം തന്റെ വസ്ത്രം മുറുകെ പിടിച്ചു, പക്ഷെ പറ്റുന്നില്ല, അത്രയും ശക്തിയോടുകൂടിയാണ് വലിക്കുന്നത്. ഇപ്പം തന്റെ വസ്ത്രം അഴിയും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ 2 കൈയും മേലോട്ട് ഉയർത്തി കൃഷ്ണ എന്നുകൊണ്ട് വിളിക്കുകയാണ്, രക്ഷിക്കണേ. ആ സമയത്താണ് ഭഗവാൻ തന്റെ കൈകളിലൂടെ ഇഷ്ടം പോലെ വസ്ത്രം നൽകുന്നത്. വസ്ത്രദാനം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ വസ്ത്രദാനം, വാസോഹരണം. അങ്ങനെ ദുശ്വാസന എത്ര വലിച്ചഴിച്ചിട്ടും ആ വസ്ത്രം അഴിഞ്ഞു പോകുന്നില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവസാനം സഹികെട്ട് ദുശ്വാസന. അപ്പോൾ ഭഗവാൻ സ്ത്രീകളുടെ സംരക്ഷണം എപ്പോഴും ശ്രദ്ധിച്ച ഒരാളാണ്. ഇവിടെ ഭഗവാൻ അത് ചെയ്തില്ലെങ്കിൽ അതിന് പകരം വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ കാണാനും അവർക്ക് എല്ലാ വിധത്തിലും ഒരുപോലെയുള്ള ജീവൻ നൽകാനും മറ്റൊരാൾക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അവരെ സ്വീകരിച്ചു. അത് തെറ്റാണോ? ഭക്തന്മാർക്ക്, ഇത് കേൾക്കുന്നവരൊക്കെ ചിന്തിക്കാം, അവർക്ക് അവിടെ അഭിപ്രായം രേഖപ്പെടുത്താം, പറയാം. ഭഗവാൻ അങ്ങനെ ഒരു കാരുണ്യം കാണിച്ച് ശരിയല്ല, അവർ ചാമ്പലായിക്കോട്ടെ, അത് നമ്മളൊന്നുമല്ലല്ലോ, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റും. ഒഴിയുന്നായിരുന്നില്ലേ ശരി എന്ന് പറയുന്നവരുണ്ടോ? ഇതൊക്കെ പറയണം. നിങ്ങളുടെ അഭിപ്രായം ഇതാണെങ്കിൽ അതിന് ന്യായീകരണം പറയാം. പക്ഷെ ഭഗവാൻ അതല്ല, ജീവിതം നൽകുക. അതും വലിയൊരു സന്ദേശമാണ് ഭഗവാൻ നൽകിയത്. എന്നിട്ടോ അവരെല്ലാവരെയും ദ്വാരകയിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ 16,108 സ്ത്രീകളും അവിടെ എത്തി. അപ്പൊ ഭഗവാൻ ആലോചിച്ചു, ഇവർക്ക് ജീവിതം കൊടുക്കാനല്ലേ ഞാൻ ഇവരെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും താമസിക്കാനും ഒക്കെ ഓരോ വീടുകൾ 16,108 വീടുകൾ പണിതു എന്നാ പറയും. അതൊക്കെ ഭാഗവത്തിലുണ്ട്. അതും അത്യന്താധുനികമായ രീതിയിലുള്ള വീടാണ്. എല്ലാം ഒരേ രൂപത്തിലാണ്. ഒരേ പ്ലിന്ത് ഏരിയ എന്ന് പറയുമല്ലോ നമ്മൾ, അതെല്ലാം ഒരേപോലെയാണ്. ഒരാൾക്ക് ഒരു ഇഞ്ച് പോലും അധികം കൊടുത്തിട്ടില്ല. ആദ്യം വിവാഹം കഴിച്ച രുക്മിണിക്ക് പോലും ഭഗവാൻ ആ കാര്യത്തിൽ വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ഏറ്റവും ഫർണിഷ് ചെയ്ത വീടുകളാണ് അത്. പിന്നെ നാരദ മഹർഷി ഒരിക്കൽ ഈ 16,108 പത്നിമാരെ കൊണ്ട് എങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന കൃഷ്ണൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ ടെസ്റ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് അത്ഭുതമാണ് ഉണ്ടായത്. ഒന്നാമതായിട്ട് അവിടെയുള്ള വേലക്കാർക്കൊക്കെ ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത്. വേലക്കാരെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വീടുകളൊക്കെ അൾട്രാ മോഡേണാണ്. സ്വർണം ഒക്കെയാണ് അവിടെ പതിച്ചിരിക്കുന്നത് ചുമരിലൊക്കെ. അത് കഴിഞ്ഞ് ഓരോ വീട്ടിലേക്കും അറിയാതെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഭഗവാൻ ഉണ്ട്. ഓരോ 16,108 വീടുകളിലും ഭഗവാൻ അവരെ സംരക്ഷിക്കുന്ന അച്ഛനായിട്ടും ഭർത്താവായിട്ടും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ വീടുകളിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ കൃഷ്ണൻ ഉടനെ ഓടി വന്നു, ഭഗവാന്റെ കാൽക്കൽ വീണു. അങ്ങയെ പരീക്ഷിക്കാൻ ഇറങ്ങിയ ഞാനാണ് പരീക്ഷിക്കപ്പെട്ടവനായത്. ഭഗവാനെ ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യമൊരുക്കുക അങ്ങേക്കല്ലാതെ ലോകത്ത് ആർക്കാൻ സാധിക്കുക. അങ്ങ് എല്ലാവരുടെയും പതിയാണ് എന്ന് പറഞ്ഞ് അവിടെ നാരദ മഹർഷി വ്യക്തമാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചെയ്ത കൃഷ്ണനെയാണ് സ്ത്രീജിതൻ, സ്ത്രീലമ്പടൻ എന്ന് വരെ പറയാൻ മടി കാണിച്ചില്ല ചില സാഹിത്യകാരന്മാർ. ഭാഗവതം വായിച്ചില്ല അവര് ഒരിക്കലും. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ ഒരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് ഭഗവാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റു വാഗ്ദത്തം ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്ത്രീധനം കൂടി വാങ്ങിയില്ല എന്നുള്ള. ഇതൊക്കെ ഇന്നും മാതൃക ആവേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചില ആളുകളെ പരിഹസിച്ചുകൊണ്ട് പറയാം, അയാളൊരു കൃഷ്ണനാട്ടോ. കാരണം കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആടിക്കളിച്ചിട്ടാണ് സ്ത്രീകളെയൊക്കെ വശീകരിച്ചെന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരെ നമ്മൾ കാണുന്നത് എന്ന രീതിയിൽ പിന്നെ ചലച്ചിത്രാവിഷ്കാരമായവരും തിരക്കഥ എഴുതിയുന്നവരും അതുപോലെ ഇന്നിപ്പോ പലതരത്തിലുള്ള നാടകങ്ങളും ഇതൊക്കെ കവിതകളും ഒക്കെ കൃഷ്ണനെ അങ്ങനെ ഒരു രൂപത്തിലാണ് അവതരിപ്പിച്ചത്. ശരിയല്ല, നമ്മളത് വിമർശിക്കേണ്ട ഒരു കാര്യം. പക്ഷെ എന്തെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡന്റ് പറയോ? ഭാഗവത്താണ് ഞാൻ പറയുന്നത്, വേറെ ഏതെങ്കിലും ഒരാൾ എഴുതിയതല്ല. വ്യാസകൃതം, അവിടെ പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീശുഖ ബ്രഹ്മർഷിയാണിത് പറയുന്നത്. അദ്ദേഹം കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരാളാണെങ്കിൽ പറയാതെ എന്തോ കാര്യസാധ്യത്തിന് പഠിച്ച് സത്യമേ പറയുള്ളൂ ബ്രഹ്മർഷി. അദ്ദേഹം പറഞ്ഞത് പരീക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അങ്ങനെയുള്ള കൃഷ്ണനെ ഒരിക്കലും ഒരു സ്ത്രീജിതനെന്നോ അല്ലെങ്കിൽ കാമാസക്തനെന്നോ ഒരിക്കലും വിശേഷിപ്പിക്കരുത് ദയവായിട്ട്. അതാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. ഞാനത് അവസാനിപ്പിക്കും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്തേ. കേൾക്കുന്നുണ്ടോ? സംശയം ചോദിക്കാനുള്ള സമയമാണ്.